എല്ലാ ദിവസവും ഒരുപാട് കുട്ടികളെ കാണാതെ പോകുന്നുണ്ട്. ചിലരെ കണ്ടുപിടിക്കും, പക്ഷെ കൂടുതൽ ആളുകളെ കണ്ടുപിടിക്കാറില്ല. ഈ കണക്കുകളുടെ പിന്നിൽ ചില ആളുകൾ ഇതിനു വേണ്ടി തിരിച്ച് ഫൈറ്റ് ചെയ്യാറുണ്ട്. ഒറ്റയ്ക്ക്, വളരെ ക്വയറ്റ് ആയിട്ട്, ഫിയർലെസ്ലി. ഇവരിത് ചെയ്യുന്നത് ഫെയിമിന് വേണ്ടിയോ പവറിന് വേണ്ടിയോ ഒന്നുമല്ല. ചില കുട്ടികളെ അവരുടെ വേസ്റ്റ് നൈറ്റ്മെയർ ഒന്ന് ജീവിതത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു പോരാളിയെ തന്നെയാണ് വീഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ ജീവിതം മൊത്തത്തിൽ ഈ പറയുന്ന ട്രാഫിക്കിംഗ് പോലുള്ള വലിയ ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. എനിക്ക് ഇത് നമ്മുടെ ഷാരോൺ ചേച്ചിയാണ്. പുള്ളിക്കാരി ഫുൾ നെയിം എന്ന് പറയുന്നത് ഷാരോൺ ഡാനിയൽ എന്നാണ്. വെൽക്കം ചേച്ചി. താങ്ക് യു. ചേച്ചി, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഈ 21st സെഞ്ച്വറി ആയിട്ടും ഒരുപാട് നമ്മൾ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ആയിട്ടും ഇപ്പോഴും ഹ്യൂമൻ ട്രാഫിക്കിംഗ് മൂന്നാമത്തെ ക്രിമിനൽ ഇൻഡസ്ട്രി ആയിട്ട് തുടരുകയാണ്. അതിൽ നിന്ന് വളരെ പ്രോഫിറ്റ് വരുന്നുണ്ട്. അജിൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാതാവുന്നുണ്ട്. അതിൽ ഏറെ പേര് മനുഷ്യക്കടത്ത് വഴി പല എക്സ്പ്ലോയിറ്റേഷനിലും ചെന്നെത്തിപ്പെടുകയാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ചേച്ചിയുടെ ലൈഫിൽ ഏത് മൊമെന്റിലാണ് ഇനി എനിക്ക് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ എപ്പോഴാണ് വന്നത്? ഞാൻ ആക്ച്വലി MSW ചെയ്യുമ്പോഴാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന ഇഷ്യൂയെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയത്. കാരണം നമ്മൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമ്മൾ അധികം കാണാറില്ല. ഉദാഹരണം, അതായത് ബെഗ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ അധികം കാണാറില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയത്. അവിടെ പോയി സോഷ്യൽ വർക്ക് പഠിക്കുകയും പിന്നെ ഫീൽഡ് വർക്ക് ചെയ്യാൻ ഒരു വില്ലേജിൽ പോയി, പിന്നെ ഷെൽട്ടർ ഹോംസിൽ പോയി ഗവൺമെന്റുമായിട്ട് ഇടപെട്ടു. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായത്. കാരണം ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഞാൻ ആ സമയത്ത് ഇടപെട്ട സോഷ്യൽ വർക്കേഴ്സ്, പിന്നെ ഗവൺമെന്റ് സിസ്റ്റത്തിലുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരു ക്രൈമാണ്. പിന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. അതായത് എൻഡ് ടു എൻഡ് ഒരു കുട്ടിയെ കടത്തപ്പെടുന്നത് തൊട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വരെ ഒരു ഭയങ്കര ഒരു വലയമാണ്. അത് വളരെ ഡെവലപ്ഡ് ആയിട്ടൊരു വലയമാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിലായപ്പോ വർഷങ്ങളായിട്ട് ഡെവലപ്പ് ആയത്. അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മോസ്റ്റ്ലി മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകൾ നമ്മുടെ വില്ലേജിൽ തന്നെ താമസിക്കുന്ന ഒരാളായിരിക്കും. നമ്മൾ അയാളെ ട്രസ്റ്റ് ചെയ്യും. പക്ഷേ അതിന്റെ എൻഡിൽ, അതായത് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്ന സ്ഥലത്ത് ആണെങ്കിൽ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരാളായിരിക്കും. കാരണം അയാള് ഈ കടത്തപ്പെട്ട് കൊണ്ടുപോകുന്ന ആളുകളെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഫോഴ്സ് ലേബർ ആണെങ്കിൽ അവർക്ക് ശരിക്കും പൈസ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അവർ ഓടാൻ ശ്രമിച്ചാൽ അവരെ പിടിച്ചടിക്കുക ചെയ്യും. അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് സെക്സ് വർക്കിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതാണ് പറയാനുള്ളത്. അത് തന്നെ. അപ്പൊ ഇതൊക്കെ എനിക്ക് മനസ്സിലായത്, ഇതിന്റെ ഒരു ഗാംഭീര്യം മനസ്സിലായത് എനിക്ക് MSW പഠിച്ചപ്പോഴാണ്. അവിടെ ഒരു തിയറി മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് പേരുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ, നമ്മൾ ഷെൽട്ടർ ഹോംസിൽ പോകുമ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിൽ നിന്ന് റെസ്ക്യൂ ചെയ്യപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. അവരുമായിട്ട് ഇന്ററാക്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. ഇത് മോസ്റ്റ്ലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, പിന്നെ വളരെ പോവർട്ടിയിൽ താമസിക്കുന്ന ഫാമിലീസ്, അവിടെ നിന്നാണ് കൂടുതൽ മനുഷ്യക്കടത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലൊരു ചിന്തയുണ്ടായി, ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണെങ്കിലും അത് ഈ ഇഷ്യൂല് വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ടുണ്ടായി. ചേച്ചി, നമ്മൾ ആരും കാണാത്ത വലിയ ഇരുട്ടിലൂടെയൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. വെച്ചാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം ഇതിലേക്ക്, ഈ ഒരു ഡാർക്ക്നെസ്സിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യത്തില്ല എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവിലൂടെയാണല്ലോ ഇതിപ്പോ ആരെങ്കിലും ഏറ്റെടുത്താലല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സോൾവ് ആവത്തുള്ളൂ. അപ്പം ആ ഏറ്റെടുക്കൽ എങ്ങനെയായിരുന്നു? ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യത്തെ ഇത് പറയാം. ഞാൻ ആദ്യം ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഇഷ്യൂലാണ് വർക്ക് ചെയ്തത്.
അപ്പൊ അതിൽ 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ ലൈക്ക് ബ്രോത്തൽസ് നിന്ന് അവരെ റെസ്ക്യൂ ചെയ്ത് അവരെ ഷെൽട്ടർ ഹോമിൽ വെച്ച് പ്ലേസ് ചെയ്തിട്ട് പിന്നെ അവരെ ഫാമിലീസിലേക്കും അല്ലെങ്കിൽ അവർ മറ്റ് കൺട്രീസിലുള്ള ആളാണ്, അതായത് നേപ്പാൾ, ബാംഗ്ലാദേശ് അങ്ങനെയുള്ള കൺട്രീസ്. ഇത് വളരെ ചെറിയ കുട്ടികളാണ്, ലൈക്ക് 14 വയസ്സ് 13 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പൊ അവരുമായിട്ട് ഞാൻ ആദ്യം ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർ ഭയങ്കര ഹോസ്റ്റൈലായിരുന്നു. അത് നമ്മളോട് മിണ്ടത്തില്ല. കാരണം എന്താ വെച്ചാല് എന്നെ പോലെ അഡൾട്ട് ആയിട്ടുള്ളൊരു വ്യക്തി അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. അപ്പം എന്നെ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ അവരുമായിട്ട് കുറെ നാളിങ്ങനെ വർക്ക് ചെയ്ത് അവര് ആ ഒരു ഹോസ്റ്റലിറ്റി ബ്രേക്ക് ചെയ്യും. പിന്നെ നമ്മളെ വിശ്വസിച്ച് തുടങ്ങും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തുടങ്ങും. നമ്മൾ ഒരുപാട് ഗ്രൂപ്പ് വർക്ക്, ഒരുപാട് ആക്ടിവിറ്റീസ് അവരോട് ചെയ്യും. നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും അവർക്ക്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരും. അതിൽ നിന്ന് ബ്രേക്ക് ആയിട്ട് പല കുട്ടികളും ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും സ്കൂളിൽ നിന്ന്. അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കാൻ തോന്നും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ, അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ ദർ ഇസ് ലൈറ്റ്. അതെപ്പോഴും എനിക്ക് മനസ്സിലുണ്ടാവും. കാരണം നമ്മൾ എത്ര ബുദ്ധിമുട്ടുന്നോ അതിന്റെ എൻഡിൽ ഒരാളുടെ ലൈഫാണ് നമ്മൾ അത് മാറ്റുന്നത്. മാത്രമല്ല ഒരു എക്സാക്ട്ലി. അതിൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ നേപ്പാളിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് കോൺഫിഡൻഷ്യൽ ആണ്. പക്ഷേ ഒരു 7-8 കുട്ടികളെ ഒരുമിച്ച്, നേപ്പാളിൽ നിന്നുള്ള കുട്ടികളെ ഒരുമിച്ച് റെസ്ക്യൂ ചെയ്ത് അത് 2 വർഷം അവർ ഷെൽട്ടർ ഹോമിൽ, ഇന്ത്യയിലൊരു ഷെൽട്ടർ ഹോമിൽ നിന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ അവരെ നേപ്പാളിലേക്ക് വിട്ടു. പക്ഷെ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ വിൽക്കും. വീട് ഭയങ്കര അൺസേഫ് ആണ്. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അത് ഫാമിലി ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളത് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ഇല്ലാതാകുമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലൊരു കുട്ടി അവൾക്ക് തുടർന്ന് പഠിച്ച് ഹയർ സ്റ്റഡീസ് ചെയ്ത് ഡിഗ്രി എടുത്ത് അവൾക്ക് അവളുടെ വില്ലേജിൽ ഒരു സ്കൂൾ ഉണ്ടാക്കണം. ആ സ്കൂളിൽ കൂടി അവളെ പോലുള്ള മറ്റ് പെൺകുട്ടികളെ കൂടുതൽ പഠിപ്പിച്ച് ട്രാഫിക്കിംഗ് നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. ഇതാണ് അവളുടെ മെയിൻ എയിം. അതിപ്പോൾ അവൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ബീൻ മേ ബി ഐ തിങ്ക് 15 years. പക്ഷെ അതിപ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്കത് ഭയങ്കര, അത് വിച്ച് ഇസ് വാട്ട് ഐ സേ, അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ ദർ ഇസ് ലൈറ്റ്. കാരണം ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഫണ്ട് റേസിങ്ങിന് ഇന്ത്യയിൽ പോലും അല്ല, അമേരിക്കയിലാണ് പോകുന്നത്. അപ്പൊ അത്ര ചേഞ്ച്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരാള് അത് സ്വന്തം ലൈഫിൽ മാത്രമല്ല ചേഞ്ച് വരുന്നത്, അത് മറ്റുള്ളവരിലേക്ക് അത് പകരുന്നു. അതെ. ചേച്ചിയുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ്? ഒരു ദിവസം എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ആക്ച്വലി ഡയറക്റ്റ് റെസ്ക്യൂസിലൊന്നും ഇല്ല. പക്ഷെ ഞാൻ റെസ്ക്യൂ ചെയ്യുന്ന ടീംസിന് ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഒരാളെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ 0-ൽ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത്. അവരൊരു അഡൾട്ട് ആയിരിക്കും ചിലപ്പോൾ, അതായത് ഒരു അഡൾട്ട് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മളൊരു അഡൾട്ടിനെ റെസ്ക്യൂ ചെയ്താലും അവരുടെ 0 പൈസയാണുള്ളത്. അതായത് ഒന്നും കൂടി അവർ സ്റ്റാർട്ട് ചെയ്യണം. ഫൈനാൻസ് ഇല്ല. സെക്കൻഡ്, ട്രോമ എന്ന് പറയുന്നത് അധികമാണ്. അതായത് ഫിസിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അതൊക്കെ കൗൺസിലിംഗ് ഒരുപാട് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല ട്രോമ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യൻ സെറ്റിങ്ങിൽ ഭയങ്കര സ്റ്റിഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ അധികം സംസാരിക്കാത്ത കാര്യമാണ്. എസ്പെഷ്യലി അത് ഒരുപാട് റിമോട്ട് വില്ലേജസ് നിന്ന് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കാണില്ല. പക്ഷെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് അത് വരികയാണ്. അപ്പൊ ഡെയിലി ലൈഫ് എന്റെ എന്ന് വെച്ചാൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ പല സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു റെസ്ക്യൂ ചെയ്യുമ്പോൾ ആ റെസ്ക്യൂവിനെ അറ്റാച്ച്ഡ് ചെയ്തിട്ട് റീഹാബിലിറ്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം, അതാണ്. അതിപ്പോ നമ്മൾ 10 പേര് ഫോർ എക്സാമ്പിൾ അവർ റെസ്ക്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അവർ ഗവൺമെന്റ് അടുത്ത് പോയാലേ അത് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റ് ആണ് റെസ്ക്യൂ ചെയ്യണം. നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കണം, ടെക്നിക്കൽ സപ്പോർട്ട്. അതായത് ലൈക്ക് ഏത് ലോസ് ആണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് സ്കീംസ് ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതായത് ഒരു പോലീസുകാരൻ ഈ റെസ്ക്യൂവിൽ പോയി കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഓൾറെഡി റിട്ടൺ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ്. അത് ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്തതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു നോളജ് അണ്ടർസ്റ്റാൻഡിങ് നമ്മളാണ് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ആ ഒരു ഓഫീസിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും. അപ്പൊ ഡേ ടു ഡേ എന്റെ അങ്ങനെയാണ്. അതായത് ഈ റെസ്ക്യൂസിന് പോകുന്ന ആളുകൾക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കുക. കാരണം ഞാനിപ്പോ ഇത്രയും വർഷം വർക്ക് ചെയ്തു, ലൈക്ക് more than 15 years വർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് പല സിനാരിയോയിലും
പല സിനാരിയോയില് പല ചാലഞ്ചസിലും നമ്മൾ ആളുകൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട്, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മറ്റു ടീംസിന് ഒരു ഗൈഡൻസ് കൊടുക്കണം. ഡേ ടു ഡേ അതാണ് എൻ്റെ. ഇത് തന്നെയാണ് ഫുൾ. ഇത് തന്നെയാണ് ഫുള്ള്. ഞാൻ പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്, കാരണം അവർ ഫിസിക്കലി ചിലപ്പോൾ അവരെ നമ്മളെ വരാൻ പറയും. ഫിസിക്കൽ ട്രെയിനിങ് ഫിസിക്കലി നമ്മളോട് വരാൻ പറയും, ഫിസിക്കലി ട്രെയിനിങ്സ് നടത്തണം, അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ പോകാറുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ റെസ്ക്യൂവിന് നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ റെസ്ക്യൂവിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകും. അതായത് ഇപ്പോൾ വലിയ റെസ്ക്യൂ ആണ്, ഒരുപാട് പേരെ റെസ്ക്യൂ ചെയ്യണം. അപ്പൊ നമ്മൾ അതിനെ ഈ റെസ്ക്യൂവിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇമോഷണലി ആണെങ്കിലും നിങ്ങൾ അതിന്റെ ഒരു ഫൈനാൻഷ്യൽ ബാക്കിംഗ് എല്ലാം വേണമല്ലോ. ഇമോഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോസസ് എങ്ങനെയാണ്? നമുക്ക് ലൈക്ക് പ്രീ റെസ്ക്യൂ മീറ്റിംഗ്സ് ഉണ്ട്. അതായത് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഏത് ഗവൺമെന്റ് ഓഫീസിനെയാണ് പോയി കാണുന്നത്, കളക്ടറെ പോയി കാണണോ, പോലീസിനെ പോയി കാണണോ, ഈ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് പോകേണ്ടത്, ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിക്കും. പിന്നെ രണ്ടാമത് ടെക്നിക്കലി നമുക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ ലോയർ വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ ടീംസിലുണ്ട് ലോയേഴ്സ്, അവരെ എത്ര പേരെ കൊണ്ടുപോകണം. ഇപ്പോൾ വലിയൊരു റെസ്ക്യൂ ആണെങ്കിൽ നമ്മൾ 2-3 ചിലപ്പോൾ ലോയേഴ്സിനെ കൊണ്ടുപോകേണ്ടി വരും. സോഷ്യൽ വർക്കേഴ്സ് അത്ര തന്നെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ 1 ഈച്ച് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ. പിന്നെ എല്ലാ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു റെസ്ക്യൂ കിറ്റ് കാണും. ആ റെസ്ക്യൂ കിറ്റിൽ ചിലപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ ഇതായിരിക്കും. ചിലതിൽ അവർക്ക് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഡോക്യുമെന്റേഷൻ ആണ്. ആ ഡോക്യുമെന്റേഷനൊക്കെ നമ്മളാണ് അതിന്റെ കോപ്പി കൊണ്ടുപോകുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ റിമോട്ട് ഏരിയസിൽ ചിലപ്പോൾ അവർക്ക് ലൈക്ക് ക്യാമറ ഒന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ ക്യാമറ കൊണ്ടുപോകും. അപ്പൊ അവര് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോ എടുക്കണമെന്ന് നമ്മൾ ഫോട്ടോ എടുക്കും, അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ റെസ്ക്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല, കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതെ, നമ്മളിങ്ങനെ ഒരു സിനിമയിലൊക്കെ കാണുന്ന വീട്ടിൽ ഇങ്ങനെ ഇടിച്ചു കയറി അങ്ങനൊന്നും പറ്റത്തില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗവൺമെന്റ് ഡസന്റ് അലൗ us to do that. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ പബ്ലിക് ആണ്, നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആണ്, പക്ഷെ നമ്മൾ പബ്ലിക് ആണ്. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. നമ്മൾ ആദ്യം പോയി ഗവൺമെന്റിന് റെപ്രസെന്റേഷൻ കൊടുത്തിട്ട്, ഇൻഫർമേഷൻ കൊടുത്തിട്ട്, പിന്നെ ഗവൺമെന്റ് ആണ് ലീഡ് ചെയ്യുന്നത്. അതിപ്പം കളക്ടർ ആയാലും SP ആയാലും ഒരു പോലീസ് ഓഫീസർ ലൈക്ക് SI ആയാലും അങ്ങനെയൊക്കെ അവരുടെ കൂടെ നമ്മൾ അക്കമ്പനി ചെയ്ത് പോവാണ്. ഇത് അത്ര ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ആക്ച്വലി സിനിമയിൽ കാണുന്ന പോലെ അത്ര ഡ്രമാറ്റിക് അല്ല. പക്ഷെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കും. ഇപ്പൊ എസ്പെഷ്യലി കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഭയങ്കര കെയോട്ടിക് ആയിരിക്കും. അതിൽ ചിലപ്പോൾ 2-3 പേരായിരിക്കും എനിക്ക് പുറത്ത് പോകണമെന്ന് പറയാം, ബാക്കിയുള്ളത് പറയും ചിലപ്പോൾ എനിക്ക് പോകണ്ടെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് പേടിയുണ്ട്. കാരണം എപ്പോഴൊക്കെ ഇവര് അവിടെ നിന്ന് പുറത്തു പോകാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ അവര് ത്രെറ്റൻ ചെയ്യും, അല്ലെങ്കിൽ അവരെ ഫിസിക്കലി അബ്യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ പേടിയുണ്ട് ഇവർക്ക്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ചിലർ കടം എടുത്തായിരിക്കും വരുന്നത്. അപ്പൊ ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ കടം അടച്ചു തീർന്നിട്ടില്ല, അതുകൊണ്ട് പോയാലും നിങ്ങൾക്ക് കൂടുതൽ പൈസ എടുക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെയൊക്കെ പേടിയുണ്ട്. അപ്പൊ അവിടെ കുറച്ച് സമയം എടുക്കും നമുക്ക്. കാരണം നമ്മൾ ലൈക്ക് അവരെ മാറ്റി നിർത്തണം, എംപ്ലോയീസിനെ മാറ്റി നിർത്തണം. എന്നിട്ട് അവര് സേഫ് ആണെന്നുള്ള സ്പേസിൽ നമുക്ക് ആ സ്പോട്ടിൽ നമുക്കൊരു ചെറിയൊരു എൻക്വയറി നടത്താം. അതായത് എങ്ങനെയാണ് വന്നത്, എന്ത് സിറ്റുവേഷനിലാണ്, ഇവിടെ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ നടന്നത്, അതൊക്കെ ചോദിക്കണം. അതാണ് ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പൊ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒഫീഷ്യൽസിനെ നേരത്തെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിൽ അത് പ്രശ്നം നമ്മൾ പറയണ്ടായിരുന്നു. അത് പറയില്ലേ. ചില ഇതില് നമുക്ക് സെക്സ് ട്രാഫിക്കിംഗ് ഇതിന് പോകുമ്പോ, പ്രത്യേകിച്ച് അണ്ടർ 18 കുട്ടികളാണെങ്കിൽ, പിന്നെ ചൈൽഡ് ലേബേഴ്സ് ഉണ്ടെങ്കിൽ, ഒരിടയ്ക്ക് റെസ്ക്യൂ ഒക്കെ ചെയ്ത് കുറെ നാൾ മുമ്പ് റെസ്ക്യൂ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇവര് കുട്ടികളെ ഒളിച്ചു വെക്കും. അത് ഭയങ്കര സിനിമാറ്റിക് ആണ്. കാരണം ഇവർ അതിന് വേണ്ടിയിട്ട് താഴോട്ടൊരു മങ്ക ബെഡൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ തുരങ്കം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രത്യേക റൂം ഉണ്ടാക്കാം. അത് നമുക്ക് മനസ്സിലാവത്തില്ല. അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു
പേഷ്യൻസ് കൂടെ ഗവൺമെന്റിന് ഉണ്ടാവണം, എന്നാലേ അത് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് പറയാൻ ആ കുട്ടിയെ കണ്ടില്ലല്ലോ, ഇന്ന കുട്ടിയെ കണ്ടില്ലല്ലോ, 10 പേരുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്, പക്ഷെ ഇവിടെ 8 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അവിടെ അവിടെ നമ്മൾ അഡ്വക്കേറ്റ് ആകാണ് ഒരു വിക്ടിമിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ 10 പേരുണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിൽ 10 പേരെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകണം. ബാക്കി 2 പേര് എവിടെയാണ്? ചിലപ്പോൾ ലൈക്ക് യുനോ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളിൽ നമുക്ക് പറയത്തില്ല 2 പേര്, ഇത് 8 പേരേ ഉള്ളൂ എന്ന് പറയാം. കാരണം ഈ 2 പേരായിരിക്കും കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഡ്രമാറ്റിക് ആയിരിക്കും. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ പബ്ലിക് പെട്ടെന്ന് വിചാരിക്കും ഇത് എന്താ സംഭവിക്കണേ. ഇപ്പൊ പബ്ലിക്കെല്ലാം അങ്ങോട്ട് കൂടും. പബ്ലിക്കെല്ലാം കൂടി അത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഇപ്പൊ എസ്പെഷ്യലി റിമോട്ട് വില്ലേജസിലാണെങ്കിൽ പെട്ടെന്ന് പോലീസും ഇതൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യമാണ് അവർക്ക്. അപ്പൊ അവരൊക്കെ വന്ന് കൂടി വന്നിട്ട് അവര് ബഹളം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. അതും കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. പിന്നെ ഇവരെ ഓവർ പവർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ലൈക്ക് പാവപ്പെട്ട സോഷ്യൽ വർക്കേഴ്സും ലോയേഴ്സും ഒക്കെയാണ്. പക്ഷെ അതിന് ഗവൺമെന്റ് ആണ് അതിന് ഇത് ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. അതായത് പോലീസ് ആണെങ്കിൽ അവർ പോലീസ് ഫോഴ്സിനെ കൊണ്ടുപോകും. അപ്പോൾ ചെറിയ ഇതിലാണെങ്കിൽ ചിലപ്പോൾ 5 പോലീസ് ഓഫീസേഴ്സ് പോകും, അല്ലെങ്കിൽ വലിയ ഇതാണെങ്കിൽ 10 പോലീസ് ഓഫീസേഴ്സ് പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അപ്പൊ അതായത് റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാനും ഈ പോകുന്ന ഓഫീസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു കളക്ടർ ചെന്ന് കയറാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരുടെ ഇത് റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ വിക്ടിംസിന് എന്തെങ്കിലും പറ്റി ഫോർ എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ലൈക്ക് അത് കുറച്ച് അതായത് പ്രീ റിസ്ക് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താൽ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിനകത്ത് പറയുന്നത് റെസ്ക്യൂവിൽ എത്ര പേര് പോകുന്നുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് വന്ന് ഒരു പ്രീ റെസ്ക്യൂ മീറ്റിംഗ് നടത്തണമെന്നാണ്. അതായത് ഈച്ച് ആൻഡ് എവറി വൺ ഹാസ് എ റോൾ. അപ്പൊ അവരുടെ റോള് നമ്മൾ പറയാണ്. നിങ്ങളുടെ അതായത് പോലീസ് സെക്യൂരിറ്റിയാണ് കൊടുക്കേണ്ടത്, ഒഫൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്യണം. റവന്യൂ ആണ് പോകുന്നതെങ്കിൽ അവരോട് പറയും നിങ്ങളാണ് വിക്ടിംസിനോട് എൻക്വയറി നടത്തേണ്ടത്. പിന്നെ അവരാണ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇപ്പോൾ 10 പേരെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വേണമല്ലോ, അത് അറേഞ്ച് ചെയ്തവരാണ്. അങ്ങനെയൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ റെസ്ക്യൂ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നടത്താൻ പറ്റും. ഇപ്പൊ ഈ ചേച്ചി റിമോട്ട് വില്ലേജിൽ കയറുന്ന കാര്യം പറഞ്ഞു, അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ മീഡിയനെയൊക്കെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. പല പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ജീവിതമാണ്. അപ്പൊ നമുക്ക് കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും, നമുക്കത് ഇവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സോ യൂഷ്വലി നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന സ്ഥലത്ത് മീഡിയ വരാറില്ല. കാരണം അത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ ഭയങ്കര കെയോട്ടിക് ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മീഡിയ യൂഷ്വലി വരുന്ന എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കളക്ടർ ഓഫീസിലാണ് എല്ലാവരും കൊണ്ടുപോകാന്ന് വിചാരിക്കാം. അവിടെ ഇങ്ങനെ റെസ്ക്യൂ ഉണ്ട്. അപ്പൊ അവിടെ കൂടുതൽ ആളുകൾ വരും. അപ്പോൾ മീഡിയ വരും. ഇതില് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയ അഡ്രസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും, നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതായത് വിക്ടിംസിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അങ്ങനെ. ഒന്നാമത്തെ കാര്യം നമുക്ക് ലൈക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ഫോട്ടോ, അവരുടെ ഫേസ് കാണിക്കാൻ പറ്റില്ല. പിന്നെ സെക്ഷൽ വയലൻസ് ആണെങ്കിൽ അവരുടെ ഫേസ് കാണിക്കാൻ പറ്റില്ല. അവരുടെ പ്രോപ്പർ നെയിംസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ മീഡിയക്ക് അറിയാം ഓൾറെഡി. അപ്പൊ മീഡിയ പക്ഷെ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ഗവൺമെന്റിനെ ആയിരിക്കും. ഗവൺമെന്റ് ചോദിക്കുക എന്താ സംഭവിച്ചത്, ഇവിടെ എന്താണ്. ഗവൺമെന്റ് പറയും ഇത്രയും പേര് ഇന്ന സ്ഥലത്ത് നിന്ന് അവരെ ട്രാഫിക് ചെയ്ത് കൊണ്ടുവന്നു, ഇവിടെ ഇന്ന എക്സ്പ്ലോയിറ്റേഷൻ നടത്തി, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഒരാൾ തന്നു, ഞങ്ങൾ പോയി റെസ്ക്യൂ ചെയ്യുന്നു. ആ ഡീറ്റെയിൽസ് അവർ പറയും. ചേച്ചി ഈ പറയുന്ന റെസ്ക്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ബോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? വെച്ചാൽ ഇത്രയും കാലമായിട്ട് പോവാത്ത ഭയങ്കര ഹോണ്ടിങ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഞാൻ വിചാരിക്കാം നമ്മൾ ബ്രോത്തൽസിൽ പോകുമ്പോൾ അത് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊരു ഭയങ്കര സംഭവമാണ്. അതായത് ഇങ്ങനെ കട്ടിലൊക്കെ അടുക്കി വെച്ച് ചിലപ്പോൾ ഒരു കട്ടൻ മാത്രമേ കാണുള്ളൂ. ബിറ്റ്വീൻ 1 person and another ഒരു കട്ടൻ മാത്രമേ കാണുള്ളൂ. ഈ കട്ടില് അപ്പുറത്തും കാണുന്ന 2 പേരെയും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണ്. പിന്നെ ശരിക്കുള്ള ആഹാരമൊന്നും കിട്ടില്ല. സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിട്ടുള്ള സറൗണ്ടിങ്സ് അല്ല. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുടിവെള്ളം ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും ഹോണ്ടിങ് ആയിട്ടുള്ളത്. അതായത് അങ്ങനെ ഒരു സ്ഥലത്ത് അവർ ജീവിച്ചു എന്നുള്ളതാണ്. അതായത് അവര് ചിലപ്പോൾ റിമോട്ട് വില്ലേജിലായിരിക്കും ജീവിച്ചത്, പക്ഷെ റിമോട്ട് വില്ലേജിൽ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല.
പക്ഷെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ആ മോശമായിട്ടുള്ള രീതി കാണുമ്പോൾ നമുക്ക് അല്ലാണ്ട് തോന്നും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഒരു റെസ്ക്യൂ നടത്തിയപ്പോൾ അത് ലൈക്ക് ഓൺലൈൻ അതിൻ്റെ ഒരു ന്യൂസ് ക്ലിപ്പിംഗ് ഉണ്ട്. വളരെ പ്രായമായിട്ടുള്ള ഒരാൾ 80 കഴിഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഇങ്ങനെ നിൽക്കണം ലൈനായിട്ട്. അപ്പം പുള്ളിയോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത്, റെസ്ക്യൂ ചെയ്യണോ അങ്ങനെയൊക്കെ. അപ്പോൾ പുള്ളി പെട്ടെന്ന് കാലിലങ്ങ് വീണു. കാരണം പുള്ളിക്ക് വേറൊരു ഉപാധിയില്ല. പുള്ളി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് എത്രയോ കാലം കഴിഞ്ഞു. പക്ഷെ 5 വർഷമായിട്ട് പുള്ളിയെ എക്സ്പെർട്ട് ചെയ്യുകയാണ്. വേറെ ആരും റെസ്ക്യൂ ചെയ്യാൻ വന്നില്ല. പുള്ളി കാലിൽ വീണ് കരഞ്ഞ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഗവൺമെന്റ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. എന്നാലും പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി ട്രാപ്ഡ് ആയിട്ട് 5 വർഷമായി. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കില്ല. ഹോപ്പ് ഇല്ല. അതായത് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്നുള്ള ഒരു ബേസിക് സാധനം ഒരു ഇതില്ല അവർക്ക്. കാരണം അത്രയ്ക്ക് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ്, പിന്നെ അബ്യൂസ് ചെയ്യപ്പെടുകയാണ്. പിന്നെ ഇത്ര പേടിയുണ്ടല്ലോ ഇനി പോകാൻ പറ്റില്ല എന്നുള്ളത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതായത് ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി ഏറ്റവും അതായത് ഡിഗ്നിറ്റി ഒട്ടും ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്കത് തോന്നുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ എന്താ പറയാ വീണ് കരയാന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് അല്ല. അത് 80 വയസ്സുള്ള ഒരു മനുഷ്യൻ. അത് കാണുമ്പോൾ തീരും ബ്രോ. അത് കുടിക്കല്ല, എനിക്ക് വേണം. ചേച്ചി ഇങ്ങനെ കുറെ റെസ്ക്യൂ മിഷൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ചിലത് നടക്കും, ചിലത് നടക്കാറില്ല. ഇപ്പം ചിലപ്പോ അത് നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ആ ഒരു സിസ്റ്റമിക് സപ്പോർട്ട് കിട്ടാത്തോണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പം അത് ചേച്ചി എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത്? സാധാരണ ഞാൻ ഈ ഒരു ഇഷ്യൂവിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഇൻവോൾവ് ആവും. എസ്പെഷ്യലി ലൈക്ക് ഒരുപാട് കൗൺസിലിംഗ് ലൈക്ക് 1-to-1 സെഷൻസ് ഒക്കെ ഒരുപാട് സംഭവിക്കുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ ഞാൻ സെൽഫ് കെയറിലൊക്കെ അതായത് ഞാൻ ഇപ്പൊ 8 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്രേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. പേഴ്സണലി ഞാൻ അങ്ങനെ ഡീൽ ചെയ്യുന്നു. അതായത് 8 മണിക്കൂർ അത് മാത്രമേ ഉള്ളൂ. 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോൾ എനിക്ക് റീഡിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും പുറത്തു പോവുക, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, പാരൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ പറ്റും. പിന്നെ ആസ് എ സോഷ്യൽ വർക്കർ നമ്മൾ പിന്നെയും ട്രൈ ചെയ്യാം. ലൈക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പല വഴിക്ക് ട്രൈ ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഓഫീസിനെ നമ്മൾ കാണാണ്, നടന്നില്ല. അപ്പോൾ അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് ചിലപ്പോൾ വിക്ടിംസിന്റെ ഫാമിലി കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. അപ്പം അങ്ങനെ പല സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാം. ഏറ്റവും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ ഈ വിക്ടിംസ് തന്നെ കുറേ സമയമാകുമ്പോൾ, അതായത് നമ്മൾ ലൈക്ക് ഒരു ഓർഗനൈസേഷൻ അവരുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ഞാൻ ഗവൺമെന്റ് അടുത്ത് പോയി നിങ്ങളുടെ കാര്യം പറയാം, നിങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ വരും. 3 മാസം ഒരു ഗ്യാപ്പ് വരാമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ വിക്ടിം ഹോസ്റ്റലാവും. കാരണം അവർക്ക് വിശ്വാസം വന്നില്ല. 3 മാസമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എന്നെ ആ ഒരു കണ്ടീഷൻ വരും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ വിക്ടിം നമ്മൾ റെസ്ക്യൂ ചെയ്താലും വിക്ടിം എന്താ പറയുക, ഇൻ കേസ് പൊസിഷൻ നടന്നിട്ടില്ല, എനിക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ. പക്ഷെ അതുവരെ നമുക്ക് ട്രൈ ചെയ്യാം. അത് പല 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 ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അത് ഡിസ്ട്രിക്ട് ലെവലാകാം, സ്റ്റേറ്റ് ലെവലാകാം. നമുക്ക് വേണമെങ്കിൽ CM-നെ പോയി കാണാം. അല്ലെങ്കിൽ ലൈക്ക് നാഷണൽ ഗവൺമെന്റ് അതെങ്ങനെ MHA ഉണ്ട്. പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ ബേസിക്കലി ചൈൽഡ് ലേബർ, ബോണ്ടഡ് ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇടപെടാം. അങ്ങനെ പല രീതിയുണ്ട്, പല സ്ട്രാറ്റജിയുണ്ട്. ഇതൊക്കെ ഫെയിൽ ആവുമ്പോൾ എല്ലാം ഫെയിൽ ആകുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് മീഡിയ ഉണ്ട്. മീഡിയയിൽ വേണമെങ്കിൽ എന്നാലും ഞാൻ ഉദ്ദേശിച്ചതില്ലേ ചേച്ചി, അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നിങ്ങൾ അത്രയും പ്ലാൻ ചെയ്ത് അത്രയും ഇതായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ ആ ഒരു നമ്മൾ ഒരാളുടെ ജീവിതം രക്ഷിക്കാൻ അതും നടക്കാതെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ ട്രോമ ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് എന്റെ ഓർഗനൈസേഷൻ ആക്ച്വലി ലൈക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം കൗൺസിലേഴ്സിനൊക്കെ തരാണ്ട്. നമുക്ക് ഓൺലൈൻ ചെയ്യാം. അത് അവർ തന്നെ അത് പേ ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാം. ലൈക്ക് അങ്ങനത്തെ ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ്.
നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ തട്ടിക്കൊണ്ട് ചെറു ഒമിനി കാറിലോ ഏതെങ്കിലും വാനിലൊക്കെ പിടിച്ചിടുന്ന അത് മാത്രമാണ് ട്രാഫിക്കിംഗ് എന്നാണ് എന്റെ ഒരു 90% ആളുകൾ അങ്ങനെയായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇപ്പൊ ചില വേറെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജോലി തരാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ കാര്യം. ഇപ്പൊ ഈ ചേച്ചി കണ്ടതിൽ വെച്ചത് എങ്ങനെയാണ് മെജോറിറ്റി എങ്ങനെയാണ് നടക്കുന്നത്? കൂടുതൽ മെജോറിറ്റി നടക്കുന്ന ഫ്രോഡ് രീതിയിൽ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, മാർജിനലൈസ് കമ്മ്യൂണിറ്റി, ജോബ്സ് ഇല്ലാത്ത കമ്മ്യൂണിറ്റീസ്, പോവർട്ടിയിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ്, ഇവർക്ക് പൈസ വേണമെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിൽ ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഒരാൾ വരികയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ വില്ലേജിൽ തന്നെ ഒരാൾ തന്നെ ആയിരിക്കും അവരെ റിക്രൂട്ട് ചെയ്യാൻ വരുന്നത്. എന്നിട്ട് അവരോട് പറയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജോലിയുണ്ട്. അതായത് ലെറ്റ്സ് സേ ഒഡീഷയിലുള്ള ഒരാളാണ്, ഒഡീഷയുടെ വില്ലേജ് ഫാമിലി, ആ ഫാമിലിക്ക് എന്തെങ്കിലും ആവശ്യം വരും, അതാണ് അവരുടെ കീ. ഓക്കെ, അതായത് ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്, പക്ഷെ കല്യാണത്തിന് പൈസ മുടക്കാൻ ഇവരുടെ പൈസ ഇല്ല. അപ്പൊ ഇയാൾ വന്ന് പറയും, ഞാൻ കല്യാണത്തിന് പൈസ തരാം, പക്ഷെ ഇന്ന സ്ഥലത്ത്, അതായത് ഹൈദരാബാദ് കുറച്ച് ജോലിയുണ്ട്, ഇന്ന ഇത് ഫോർ എക്സാമ്പിൾ ബ്രിക്ലിനിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലിയുണ്ട്, ജോലി തരാം, നീ പൈസ എടുത്തോന്ന് പറയും, ഇത്രയും പൈസ ഞാൻ തരാം. അപ്പൊ അവര് വീഴും, കാരണം ഇവർക്ക് പൈസ വേണമല്ലോ. ഇവര് പൈസ എടുത്തു, അത് പക്ഷെ ഡെറ്റാണ്, അത് കടമാണ്. കടമെടുത്ത് ഇവർ അവരെ കൊണ്ടുപോകും. ഇപ്പൊ കടം ചുമ്മാ കൊടുക്കത്തില്ലല്ലോ, ഈ പറയുന്ന വാക്ക് മാത്രമാണോ അതെന്തെങ്കിലും അവര്? അത് വാക്കാലാണ് എല്ലാം കൊടുക്കുന്നത്. വേറെ ചില രീതിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ബോണ്ട് എന്ന് പറയുന്ന ഇത് ലൈക്ക് എഴുതി വാങ്ങിക്കാറുണ്ട്, സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനെ വാക്ക് തന്നെയാണ്. എന്നിട്ട് ഇവർ പറയും ലൈക്ക് നല്ല ജോലിയാണ്, 500 രൂപ പെർ ഡേ കിട്ടും, പിന്നെ നല്ല ഫുഡ് കിട്ടും, ഫാമിലി കൊണ്ടുവന്നാൽ അവർക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇതെല്ലാം മാറുന്നത്. അത് 500 രൂപ എന്നുള്ളത് ലൈക്ക് ചിലപ്പോൾ ഒരാഴ്ച 4 പേര് വർക്ക് ചെയ്യുന്നതിനാണ് 500 രൂപ കൊടുക്കുന്നത്. അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ പോകുന്നതെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഒരു ഫാമിലിയിൽ ചിലപ്പോൾ 5 പേര് കാണും. 5 പേര് ഈ 500 രൂപ വെച്ച് ഫോർ എ വീക്ക് ചിലപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കലും കിട്ടുന്നത്. അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ. അപ്പൊ പ്രോമിസ് എന്ത് ചെയ്തിരിക്കുന്നോ അത് വിശ്വസിച്ചാണ് ആളുകൾ പോകുന്നത്. പക്ഷെ അപ്പുറത്ത് ചെല്ലുമ്പോൾ എക്സ്പെക്ടേഷൻ ആണ്. അങ്ങനെയാണ് യൂഷ്വലി നടക്കുന്നത്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അവരോട് പറയും ലൈക്ക് ബ്യൂട്ടി പാർലറിൽ ജോലി മേടിച്ചു തരാം, മസാജ് പാർലറിൽ ജോലി മേടിച്ചു തരാം. പക്ഷെ ഇവരെ പിന്നെ കൊണ്ടുപോകുന്നത് ബ്രോത്തലാണ്, സെക്സ് എക്സ്പ്ലോയിറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്, സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കൂടുതലും പണം കൊടുത്താണ്. അതായത് അവരുടെ ആവശ്യത്തിന് പണം കൊടുത്തിട്ട് അവരെ ആവശ്യം എന്താണോ അത് ആവശ്യം എന്നത് സാധിച്ചു കൊടുക്കുക. ഇപ്പൊ ചിലപ്പോൾ മെഡിക്കൽ ബിൽസ് ആയിരിക്കും, ചിലപ്പോ കല്യാണമായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ അവർ കൊടുത്തിട്ട് അവരെ വിശ്വസിപ്പിക്കും. എന്നിട്ട് അവരെ നല്ല ജോലി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ആയി നടക്കുന്നു. ചേച്ചി ഇപ്പം കേരളത്തില് ഇങ്ങനൊരു കാര്യം നടക്കുമ്പോ, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനൊരു ട്രാഫിക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അതിലുള്ള ഏറ്റവും വലിയ ഫ്ലോസ് എന്തൊക്കെയാണ്? ഫ്ലോസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വളരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കേരളത്തിൽ ഞാൻ വർക്ക് ചെയ്തതിൽ ഒന്നാമത്തെ കാര്യം. പക്ഷെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് ഗവൺമെന്റ് തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മതി. രണ്ടാമത് ലോസ് ഉണ്ട്, ആ ലോസ് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ അഡ്രസ് ചെയ്യാനുള്ള പല ലോസ് ഉണ്ട്, പിന്നെ പോളിസീസ് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ലൈക്ക് പ്രൊസീജിയേഴ്സ് അങ്ങനെയൊക്കെ. അതായത് ഒരു പോലീസ് ഓഫീസിന്റെ റോൾ എന്താണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റോൾ എന്താണ്, ഇതൊക്കെ കറക്റ്റായിട്ട് ഓൾറെഡി ഉണ്ട് ഡോക്യുമെന്റ്സ്. അത് ഫോളോ ചെയ്താൽ മതി. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഇന്റർഫിയറൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങനത്തെ റിസ്കി ഫാക്ടറൊക്കെ. പിന്നെ റെഗുലർ ആയിട്ട് ഇവര് ഒരു കാര്യം ചെയ്യണമെന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഒരു ക്രൈമാണ്. അതായത് നമ്മള് പോയി അതായത് നമ്മളൊരു വർക്ക് പ്ലേസിൽ പോയി എൻക്വയറി നടത്തില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യാം. അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് കൂടുതൽ കണ്ടുപിടിക്കാനുള്ള നെറ്റ്വർക്ക്സ് വേണമെങ്കിൽ വില്ലേജ് ലെവൽ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിന് മേ ബി ഒരു റോൾ ഉണ്ടായിരിക്കാം. പഞ്ചായത്തിൽ നിന്ന് ഒരു പഞ്ചായത്താകുമ്പോൾ കുറച്ച് ആളുകളല്ലേ കാണുള്ളൂ. അപ്പൊ അവരുടെ പഞ്ചായത്തിൽ നിന്ന് എത്ര പേര് പുറത്തു പോകുന്നു എന്നുള്ളൊരു ഡേറ്റ അവർക്ക് ചിലപ്പോൾ കീപ്പ് ചെയ്താല്, പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താല് എത്ര പേര് കോണ്ടാക്ട് ഇല്ലാതാകുന്നു, അവരെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണം.
അങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇൻസ്പെക്ഷൻസ്, അതായത് ഇപ്പൊ ബ്രിക്ലിൻ ഏതൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സബ് ഡിവിഷണൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സബ് കളക്ടേഴ്സ്, ചില സ്ഥലങ്ങളിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്ന് അവരെ പറയാ, അവർക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ഷന് പോവാം. ഓക്കെ, ഈ എത്ര വർക്ക് പ്ലേസ് ഉണ്ടോ അവരുടെ ഇതിൽ, എത്ര ഇൻഡസ്ട്രീസ് ഉണ്ട്, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ ഫാക്ടറീസ് കയറി ഇവർക്ക് ഇൻസ്പെക്ഷൻ നടത്താം. ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഇവർക്ക് വേണമെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളോട് ചോദിക്കാം, ഇവർക്ക് പ്രോപ്പർ പൈസ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ നടക്കുന്നുണ്ടോ. ഇതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടന്നാൽ നമുക്ക് ഹ്യൂമൻ ട്രാഫിക് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം എന്ന് പറഞ്ഞാൽ ആ കണ്ടുപിടിക്കുക എന്നുള്ളത്, ആ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് റെസ്ക്യൂ സംഭവം. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടക്കുന്നത്. അതെ അതെ, വളരെ നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നും നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടക്കുക. ഫോർ എക്സാമ്പിൾ സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഏറെക്കുറെ ബ്രോത്തൽസിലൊക്കെ നടക്കുന്ന സംഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫ്ലാറ്റ്സിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഫ്ലാറ്റുകളിൽ അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് വളരെ ഓർഗനൈസ്ഡ് ഉള്ള ഒരു ക്രൈമാണ്. സെക്കൻഡ്, പ്രോഫിറ്റ് വരുന്ന. അപ്പൊ പ്രോഫിറ്റ് വരുന്നതാകുമ്പോൾ ആ ക്രൈം ഒരിക്കലും നമ്മൾ ശരിക്കും ഇതാക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ആവില്ല, അത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള സംഭവം നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ ലൈക്ക് അങ്ങനെ ഒരു വേരിയേഷൻ ക്രൈമിൽ വരികയാണെങ്കിൽ, അതായത് ബ്രോത്തലിൽ നിന്ന് അവർ ഫ്ലാറ്റിലോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ആ ഒരു പാറ്റേൺ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം, എന്നാലേ നമുക്കത് ശരിക്കും അഡ്രസ് ചെയ്യാം. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഇപ്പം പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡ്രഗ്സ് എന്ന് പറയുന്നതും അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്. എനിക്ക് തോന്നുന്നു അതിനും കാട്ടി പ്രോഫിറ്റബിൾ ആയിട്ടും വലിയൊരു സാധ്യത ഉള്ള ഇൻഡസ്ട്രിയാണ്. അതന്നെ, വളർന്നു വരുന്ന ഒരു ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അത്രയും അതൊരു പേടിപ്പിക്കുന്ന ഒരു. അതെ അതെ, വളരെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഞാൻ പറഞ്ഞത് അതായത് വൾണറബിലിറ്റീസിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഗവൺമെന്റ് എൻറ്റൈറ്റിൽമെന്റ്സ്, അതായത് ആധാർ കാർഡ് പോലുള്ള, അതായത് റേഷൻ കാർഡ് പോലുള്ള ബേസിക് ആയിട്ടുള്ള എൻറ്റൈറ്റിൽമെന്റ്സ് ഇല്ലാത്ത ആളുകളും ഉണ്ട് ഇപ്പോഴും. അപ്പൊ അവര് എക്സ്പ്ലോർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം അവര് ചോദിക്കാൻ പറയുന്ന ആരുമില്ല. അപ്പോൾ അവരെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അവരെ വിശ്വസിപ്പിച്ച് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്തായാലും, അതായത് എനിക്ക് ഇപ്പോൾ ഞാനൊരു ഹൈദരാബാദിന് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. അവിടുത്തെ ബ്രിക്ലിൻ നടത്തുന്ന ഒരാൾ എന്നോട് പറയാം എനിക്ക് 10 പേരെ വേണം. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഒഡീഷയിൽ 10 പേരെ അറിയാം, ആ 10 പേരെ കൊണ്ടുവരാൻ എനിക്ക് കുറച്ച് പൈസ കിട്ടും. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക, അതാണ് അവരുടെ ഇൻകം, അതാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ, ഒരു ലിസണർ, അവർക്ക് എന്തെങ്കിലും ഒരു ഫേവറോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഇങ്ങനെ ഒരു കോസിന് വേണ്ടി ചെയ്യാൻ പറ്റും? ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് 1098 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ വിമൻസ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, പിന്നെ പോലീസിന്റെ ഹെൽപ്പ് ലൈൻ ഉണ്ട് 100. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അത് വളരെ വിസിബിൾ ആണ്. കാരണം നമ്മളൊരു ടീ ഷോപ്പിൽ ചെല്ലുകയാണെങ്കിൽ, ഒരു ഗരാജിൽ ചെല്ലുകയാണെങ്കിൽ ഒരു കുട്ടി വർക്ക് ചെയ്യുന്നത് വളരെ വിസിബിൾ ആണ്. അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് അനോണിമസ് ആയിട്ട് ഇവരെ വിളിച്ച് പറയാം. നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോയി റെസ്ക്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 1098 കോൾ ചെയ്ത് വേണമെങ്കിൽ പറയാം, ഇന്ന ഗരാജിൽ ഇന്ന സ്ഥലത്ത് ഞാൻ ഏകദേശം 8 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യനെ കണ്ടു, വർക്ക് ചെയ്യേണ്ട പ്രായമല്ല, റെസ്ക്യൂ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. 2, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നോ അവിടെ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ഓർഗനൈസേഷൻസിനെ വിളിച്ച് നമുക്ക് കൂടുതൽ ക്ലാസ്സസ് എടുക്കാം, ഈ ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. കൂടുതൽ അവെയർ ആകുമ്പോഴാണ് നമുക്ക് അതെ അതെ അതെ. ചിലർക്ക് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം ലൈക്ക് അതിന്റെ ഡേറ്റ ചിലപ്പം കൂടുതൽ പബ്ലിസൈസ് ചെയ്ത ഡേറ്റ അല്ലായിരിക്കും, ചിലപ്പോൾ ആ ഒരു ആക്സസ് ഉണ്ടാവത്തില്ല. നമ്മളത് ആ ഒരു ഇൻഫർമേഷൻ ഇല്ലല്ലോ. ആ ഇൻഫർമേഷൻ കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ളതാണ്, പബ്ലിസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയാൽ നമുക്ക് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഇത് എങ്ങനെ പോസിബിൾ ആണ്, നമ്മൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ ഗ്ലാസ് ഉണ്ടാക്കിയ ഇൻഡസ്ട്രിയിൽ ചൈൽഡ് ലേബർ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ്
ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് ചില കമ്പനികൾ അവർ പറയും ചൈൽഡ് ലേബർ ഫ്രീ, ഫോഴ്സ് ലേബർ ഫ്രീ. കാരണം അവരുടെ സപ്ലൈ ചെയിനിൽ അതൊന്നും ഇല്ല. അതില്ലാതെയാണ് അവർ പ്രൊഡക്ട്സ് ചെയ്യുന്നത്. അതായത് നല്ല ലേബർ ഫീസ് കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അങ്ങനെയുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് നടത്തിയാൽ അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ ഭാഗം ചെയ്യാൻ പറ്റും. നമുക്ക് ആസ് പബ്ലിക് ചിലപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ അവെയർ ആകുക, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഒരു ചെറിയ കാര്യം ചെയ്താലും അത് ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് ഫൈനലായിട്ട് എന്തെങ്കിലും വേർഡ്സ്? ഫൈനലായിട്ട് എനിക്കൊന്നും പറയണ്ട. താങ്ക് യു അജിൻ. ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. സോ താങ്ക് യു. ഡു യു ബിറ്റ്